ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിഷ റെസിപ്പീസ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്നിവിടെ ഓട്സ് ബനാന സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കൊക്കെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇതിന് ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓട്സ് യൂസ് ചെയ്തുള്ള സ്മൂത്തി ആയതുകൊണ്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കായിട്ട് 3 ടേബിൾ സ്പൂൺ ഓട്സ് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 3-4 ഈന്തപ്പഴം കുരു കളഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. ആദ്യമേ 1/2 കപ്പ് പാല് ചേർത്ത് ഇത് 3 നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴുത്ത ഏത്തപ്പഴമാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ മാറ്റി വെച്ച മിശ്രിതം മിക്സിയുടെ ബൗളിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ്. അതും കൂടെ ചേർക്കുക. അവസാനം നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസുമായി ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത സ്മൂത്തിയാണിത്. ഇത് വളരെ ഹെൽത്തിയാണ്. ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡേറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, ന്യൂട്രിയൻസ്, ഫൈബർ ഒക്കെ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ്. പിന്നെ ഇത് നമ്മുടെ വെയ്റ്റ് ലോസിനെ വളരെ സഹായിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഡേറ്റ്സിന് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് പീനട്ട് ബട്ടറാണ്. ഇതിൽ ധാരാളം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ധാരാളം ന്യൂട്രിയൻസ്, പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ 180 to 210 കാലറീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വിശപ്പുണ്ടാവില്ല. അതേസമയം നമുക്ക് ആവശ്യമായ കാലറീസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നിയല്ല നമ്മൾ ജോബ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇത് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇത് രാവിലെ നമുക്ക് ഫുഡായിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നട്ട്സിൻ്റെ മുകളിൽ ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കുട്ടികളൊക്കെ കഴിക്കുമ്പം അവർക്കൊക്കെ അതൊരു ഇഷ്ടമാകും. അതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.